ഹായ് എസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫി മനേഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ കുറെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. വെളുത്തിട്ട് പാറാന്ന് പറഞ്ഞ് കുറെ ക്രീമുകൾ ആഴ്ചയ്ക്ക് പുതിയ പുതിയ ക്രീമുകൾ യൂസ് ചെയ്ത് അതിന്റെ കുറെ റിസൾട്ടും കുറെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബേഴ്സ് അല്ല, ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഫുള്ള് വീഡിയോസ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇതാണ്, എങ്ങനെ വെളുക്കാം, എങ്ങനെ വെളുത്തിട്ട് പാറാം, ഇത് മാത്രമേ ഉള്ളൂ. ആഴ്ചയിലും മാസത്തിലും ആണ് ഇങ്ങനെ ഓരോരോ കമ്പനിക്കാർ ഓരോരോ ക്രീം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവരിങ്ങനെ ക്രീമുകൾ ഇങ്ങനെ ഇറക്കുന്തോറും മത്സരമാണ്, ഏത് ക്രീം ആണ് ഏറ്റവും കൂടുതൽ വെളുക്കുന്നത്, ഏത് ക്രീം പറ്റിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റും അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും മാർക്കറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇവരുടെ ഒരു സ്കിന്നിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടോ അതും വെച്ചിട്ടാണ് ഈ തുടക്കം തൊട്ട് ഒരു 5-6 കൊല്ലം തൊട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ക്രീം തൊട്ടിട്ട് ഈ ഫോട്ടോ കണ്ടില്ലേ, ഈ ഫോട്ടോയിലുള്ള പോലെ ഇപ്പത്തെ ഈ സ്കിന്ന് കിട്ടിയത് ഈ ക്രീം വെച്ചിട്ടാണ്. അടുത്ത മാസം കാണാം വേറൊരു ക്രീം ഇറങ്ങി കഴിയുമ്പോൾ എന്റെ ഫേസ് ഇപ്പൊ ഇത്രയും വെളുത്ത് തൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഈ ക്രീം തേച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ സെറം തേച്ചിട്ടാണ്. ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലേ ഏത് ക്രീമാണ്. അപ്പൊ ഒരു സംഭവം പരിചയപ്പെടുത്തുമ്പോ അതുകൊണ്ട് ഭാവിയിൽ ദോഷം വരുമോ, അല്ലെങ്കിൽ അത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണോ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കണ്ട് അത്രയും വിശ്വസിച്ച് ഒരാൾ ഈ സാധനം വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഗുണത്തിൽ പെടോ അത് ഭാവിയിൽ ദോഷത്തിൽ പെടുന്ന കാര്യമാണോ? അങ്ങനത്തെ കാര്യമൊന്നുമല്ല. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവനവന് ക്യാഷിന് വേണ്ടിയിട്ട്, വീട് പണിയാനും കാർ വാങ്ങാനും ബാക്കിയുള്ള ജീവിതങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് എന്ത് പറ്റിയാലും അവരെ കുറിച്ച് ഒരു കെയറും ഇല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. അവനവന് അറിയാം അവനവൻ എങ്ങനെയാണ് വെളുത്തതെന്ന്. ആയിക്കോട്ടെ, ഇനിയിപ്പം ക്രീം പറ്റിയിട്ടാവാം വെളുത്തത്, അല്ലെങ്കിൽ വല്ല ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ്. ഇപ്പൊ ഗ്ലൂട്ടാതയോൺ എല്ലാം ഇപ്പൊ ട്രെൻഡിങ് ആണ്. ഇപ്പൊ ഇച്ചിരി ട്രെൻഡ് കുറഞ്ഞൊരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് ഗ്ലൂട്ടാതയോൺ. അതിന്റെ ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ, പിന്നെന്താ ക്രീം, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ പുറകെ പോകും, അത് വേറെ കാര്യം. ഇന്ന് അവര് മറ്റേ ഗ്ലൂട്ടാതയോൺ എടുത്ത വെളുത്തതെങ്കിൽ നാളെ വേറൊരു ക്രീം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അത് തേച്ചിട്ടായിരിക്കും വെളുക്കണേ. മറ്റന്നാൾ വേറെ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അത് തേച്ചിട്ടായിരിക്കും അവർ വെളുക്കണം. അതായത് വാക്കിന് ഒരു വ്യവസ്ഥ ഇല്ലാണ്ടാണ് കാര്യം. ഇത് കണ്ടുവരുന്ന ആൾക്കാര് അവരെന്ത് കണ്ടാന്ന് അറിഞ്ഞോടെ അവരിതൊക്കെ കാണുമ്പോ, അതായത് ഇത് കണ്ടു കഴിയുമ്പോൾ ഈ ചേച്ചിയുടെ സ്കിൻ ഇങ്ങനെയാ, അപ്പൊ ഈ ചേച്ചി ഇത് പരട്ടിയിട്ടാണ് അവരങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും. അതുപോലെ എല്ലാവരും ഒരേപോലെ അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്ന ആൾക്കാരാവില്ല. പിന്നെ കൂടുതൽ നിങ്ങളെപ്പോലെയുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുവിധം ടീനേജേഴ്സിലുള്ള കുട്ടികളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. അവർക്ക് വേറെ അങ്ങനെ അറിയില്ല. അവർ യൂട്യൂബിൽ കാണുന്ന ചേച്ചിയുടെ സ്കിൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും നല്ല അടിപൊളിയാണ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇപ്പൊ ഒന്ന് ആലോചിച്ചു, പിള്ളേര് ഇതൊക്കെ വാങ്ങി തേച്ച് അവരുടെ അത്രയും ഇതായിട്ടുള്ള സ്കിന്നും കാര്യങ്ങളും നമ്മൾ പറയുന്നതിന്റെ പേരിലായിരിക്കും അവർ വാങ്ങി അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് എന്റെ സ്കിൻ ഇന്ന ടൈപ്പാണ്, എനിക്ക് ഈ ക്രീമാണ് ചേരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടിയായാലും 5ാം ക്ലാസ്സിലെ കുട്ടിയായാലും ഓക്കെ, അതൊക്കെ ഒരു ചെറിയ പിള്ളേരാണല്ലോ, അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അപ്പൊ നമ്മൾ ഇത് എന്റെ സ്കിൻ ഇത് തേച്ചിട്ടാണ് ഇത്രയും ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും മാറ്റവും കാര്യങ്ങളും വന്നതെന്ന് നമ്മൾ പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് ആ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മള് ഒരു ആത്മാർത്ഥത കാണിക്കുക, ഒരു കാര്യം ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാതയോൺ എന്നൊന്നും പറയണത്, ഗ്ലൂട്ടാതയോൺ പോട്ടെ, എന്ത് പ്രൊഡക്റ്റ് ആയാലും എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയാലും ഒരുവിധം എല്ലാ സാധനങ്ങളിലും അത്ര നല്ല കണ്ടന്റും കാര്യങ്ങളും അല്ല ഉള്ളത്. ഒരിക്കലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്ന് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് വെളുപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് എന്തായാലും വെളുത്ത് പാറണ്ട അത്രയ്ക്കും വലിയ ക്രീമും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും സ്കിന്നിന്റെ 1-2 ഇത് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിന് നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ ആർക്കും ദോഷം വരാത്ത കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവർക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുവിധം കുറെ വരുമാനം കിട്ടുന്നുണ്ട്. കാരണം ഇവർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങൾ ഇട്ട് നോക്കിയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാര് അത് കാണില്ലേ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം കിട്ടില്ലേ? അതിന് ആക്രാന്താണ്. അത് പോരാണ്ട് നമ്മുടെ കമ്പനിക്കാരുടെ മറ്റു ക്രീമും കാര്യങ്ങളൊക്കെ അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പരസ്യം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ക്യാഷും കാര്യങ്ങളും കിട്ടണം. അല്ലാണ്ട് അവർ ഇതൊക്കെ തേച്ച് പിടിച്ച് എന്താ പറയാ 5-6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലൊക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നല്ല പറയണത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് പോവാതെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോ എല്ലാവർക്കും ആഗ്രഹം കാണും. കാരണം നമ്മുടെ മുഖത്ത് പിമ്പിൾസും കാര്യങ്ങളും അല്ലെങ്കിൽ സ്കിന്നിന് ഇച്ചിരി കൂടി നിറം വേണമെന്നൊക്കെ ആഗ്രഹം ഇല്ലാത്തവർ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ വീഡിയോസും കാര്യങ്ങളും കണ്ട് അല്ലെങ്കിൽ കണ്ട ക്രീമും വാങ്ങി കാശ് കളയേണ്ട
കളയുന്നതിനും ബെറ്റർ ഒരു ഡെർമറ്റോളജിസ്റ്റിന് നമുക്ക് കിട്ടുന്ന ഒരു ദിവസം കുറച്ച് സമയമല്ല അതിന് വേണ്ടി മെനക്കെടുള്ളൂ. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക, നമ്മുടെ സ്കിന്നിന് ചേരുന്നത് എന്താണ്, നമ്മുടെ സ്കിന്നിന് എന്താ പ്രോബ്ലം എന്ന് അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള നല്ല സജഷനും സൊല്യൂഷനും പറഞ്ഞു തരും. ഏറ്റവും ബെറ്റർ അതാണ്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ വിശ്വസിച്ച് ചെയ്യാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തരുള്ളൂ. നമ്മുടെ സ്കിന്നിന് ഭാവിയിൽ ദോഷം, ഈ കണ്ട ക്രീമുകളൊക്കെ വാരി തേച്ച് അത്രയും ദോഷമില്ലാത്ത നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരുള്ളൂ. അപ്പൊ ഏറ്റവും ബെറ്റർ അതാണ്. അല്ലാണ്ട് ഈ കണ്ട നമുക്ക് തന്നെ നോക്കിയാൽ കണ്ടോടൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലായാലും നോക്കി കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണ് ഓരോ ക്രീമുകൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തന്നെ ക്രീം, സെറം, മറ്റേ എന്താ പറയുക സൺസ്ക്രീന്, പിന്നെ എന്നിട്ട് നൈറ്റ് ക്രീം, ഡേ ക്രീം, എന്തൊക്കെ ക്രീമുകളാണ് ഈ ഓരോ ലെയർ പൊട്ടിയിട്ട്. എനിക്കൊക്കെ ഈ സ്കിൻ കെയറും സ്കിൻ റൂട്ടീനൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. അല്ല, സ്കിൻ കെയറും റൂട്ടീനൊക്കെ നല്ലതായിരിക്കും. അല്ലാണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെള്ളം കുടിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നാച്ചുറൽ ആയിട്ട് തന്നെ ഈ പറയുന്ന സെറവും കാര്യങ്ങളും ഫേസ് പാക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്നിനും സ്കിന്നിനും കാര്യങ്ങൾക്കും ദോഷം വരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ട്രൈ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. വെറുതെ ഈ ആവശ്യമില്ലാത്ത അതുപോലെ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ അതൊക്കെ ചുമ്മാ വെറുതെ ഫേസ്ബുക്കിൽ കണ്ടു അല്ലെങ്കിൽ ഇതിൽ ഇൻസ്റ്റയിൽ കണ്ടു യൂട്യൂബിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതൊക്കെ സ്കിന്നിന് എന്തോരം ഡാമേജ്. ഇതൊന്നും ഇപ്പോഴല്ല, ഇപ്പൊ തന്നെ നമ്മുടെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു ഈ വെളുത്തിട്ട് പറയാന്ന് പറഞ്ഞൊരു ക്രീം തേച്ചിട്ട് കുറെ പേരുടെ കിഡ്നി അടിച്ചു പോയ സംഭവങ്ങൾ. അപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. വീണ്ടും അതെല്ലാവരുടെയും കഴിഞ്ഞു. നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഇപ്പം അറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ കാര്യങ്ങൾ വരാം. സ്കിൻ ക്യാൻസറും പിന്നെ കിഡ്നി, ലിവർ, അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഭാവിയിൽ ഡാമേജ് വരാമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെറുപ്പം തൊട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചുള്ള മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമുക്ക് ക്രീമും കാര്യങ്ങളും വേണമെങ്കിൽ ഒരു മറ്റേ ഫെയർ ആൻഡ് ലവ്ലി വേണമെങ്കിൽ പൗഡറും കാര്യങ്ങളും അത്രയ്ക്കൊക്കെ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഈ സ്കിൻ കെയർ ലയർ അടിക്കാൻ തന്നെ വേണ്ടി വരും. കേൾക്കുമ്പോ തന്നെ എന്തൊക്കെയാണ്. ആദ്യം വാഷ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോണർ, പിന്നെ സിറം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രീം, സൺസ്ക്രീന്, എന്തൊക്കെയാണ് എന്റെ പൊന്നോ. അപ്പൊ മുമ്പെന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് വെളുത്തവരുണ്ടായിരുന്നു, കറുത്തവരുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു നാച്ചുറൽ നല്ലൊരു ബ്യൂട്ടിയും കാര്യങ്ങളും അതിലാൾക്കാർ കണ്ടെത്തിയായിരുന്നു. ഇപ്പൊ കുറെ പൊട്ടിയടിച്ച് സ്കിന്നിന് വീർപ്പും മുട്ടിച്ച് ഇങ്ങനെ മറ്റേ സിമെന്റ് തേക്കണ പോലെ എല്ലാ ലെയറും വലിച്ചു വാരി തേച്ച് വെളുക്കായില്ല. നമ്മൾ ഈ മറ്റേ ഗ്ലൂട്ടാതയോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുക്കായില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു ഭാവിയിൽ സൈഡ് എഫക്ട് വരും. അപ്പൊ അതും കൂടി നമ്മൾ ഫേസ് ചെയ്യാൻ അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ യൂട്യൂബർ ചേച്ചിമാരും ഈ വ്ളോഗേഴ്സും ഒന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ ഇത് കാണിക്കുമ്പോൾ ഇവര് വേറെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടായിരിക്കും മിക്കതും ഈ സ്കിന്ന് ഇത്രയും പെട്ടെന്ന് ബ്രൈറ്റനും കാര്യങ്ങളൊക്കെ റുട്ടീൻ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിന് പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷെ എല്ലാവരും അത് ഓപ്പൺ ആയി പറയണമെന്നില്ല. ഇപ്പൊ തന്നെ ഒരു ബ്യൂട്ടി വ്ളോഗർ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് യൂസ് ചെയ്യണമെന്ന് ആരെങ്കിലും പറയണ്ട. കാരണം അവർക്ക് അത് പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഈ വരുന്ന പ്രൊഡക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലാണ് ഇവർക്ക് ക്യാഷ് കിട്ടുള്ളൂ. ആരെങ്കിലും 1 ലക്ഷം പ്രൊമോഷന് ക്യാഷ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയും. അപ്പൊ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണതാണ്. അപ്പൊ അത് നമ്മളത് മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ മറ്റേ ഡാംഡോക്കിന്റെ പ്രൊഡക്ട്സ് ഇറങ്ങിയ സമയത്ത് മറ്റേ നിയാസിനാമൈഡ് സിറവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തപ്പോൾ കുറെ പേർക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ അതിന്റെ പല പ്രൊഡക്റ്റും കാര്യങ്ങളും യൂസ് ചെയ്ത സമയത്ത് കുറെ പേർക്ക് സ്കിന്നിൽ പീൽ ചെയ്ത് പോകുന്ന പോലെ പിമ്പിൾസ് വരുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതാ പറഞ്ഞത്, ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചിലർക്ക് ചിലപ്പം അത് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് മാറുന്നുണ്ട്, സ്കിൻ കളർ കുറച്ച് ബ്രൈറ്റൻ ആവുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പറഞ്ഞ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക. അല്ലാണ്ട് മറ്റ് വ്ളോഗേഴ്സ് പറഞ്ഞതും ബ്യൂട്ടി വ്ളോഗേഴ്സ് പറഞ്ഞതും അവരും പറയണത് കേൾക്കാതെ നമുക്ക് എന്താ വേണം, നമ്മുടെ സ്കിന്നിന് എന്താ ചേരണേന്നുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ ഒരു നമുക്കിപ്പോ പൗഡർ യൂസ് ചെയ്യാനും ഇപ്പൊ വെറുതെ ഒരു ചെറിയൊരു ഫേസ് ക്രീം യൂസ് ചെയ്യാനൊന്നും ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം എന്നല്ല. പക്ഷെ എന്നാലും ഈ ബ്യൂട്ടി വ്ളോഗേഴ്സും അവരും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മാസം പുതിയ കാര്യങ്ങൾ പറയുന്നത് എല്ലാം വാങ്ങി നമ്മൾ ട്രൈ ചെയ്ത് നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഓർഗൻസ് ആണ്. നമ്മൾ വെറുതെ ഡാമേജ് ഉണ്ടാക്കരുത്. കാരണം ഇപ്പോഴൊന്നല്ല അതറിയാം. ഇപ്പൊ നമുക്ക് ഞാൻ വെളുത്തു, ഞാൻ സുന്ദരിയായി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പരാതിയും കൊണ്ട് വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ബാക്കി കുറെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ദയവ് ഇത് പറ്റുന്നവരാണ്, അത്രയും ആഗ്രഹമുള്ളവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒന്നാമത് നമ്മൾക്ക് തന്നിരിക്കുന്ന ബ്യൂട്ടി
അത് നമ്മൾക്ക് അതിനെ നമ്മൾ സ്നേഹിക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താ നമ്മളെ ജനിപ്പിച്ചേക്കണ ഇങ്ങനെയാണ്, ഈ കളറിലാണ്, ഈ സ്കിൻ ടോണിലാണ്, അങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കളർ കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരും വേണ്ടാന്ന് പറയില്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ. അതുപോലെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഈ ഗ്ലൂട്ടതയോൺ തന്നെ യൂസ് ചെയ്യണവർക്ക് അറിയാം, അത് യൂസ് ചെയ്യുമ്പോൾ അത് സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് അത് നമുക്കത് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ക്രീം പരട്ടുമ്പോഴായാലും നമുക്ക് അതിൻ്റെയൊക്കെ എഫക്റ്റ് കാണാം നമുക്ക്. പക്ഷെ അത് നിർത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അറിയാം നമുക്ക് നമ്മുടെ പഴയ സ്കിൻ ടോണിലേക്കാണ് മാറുന്നത്. അപ്പൊ ദയവ് ചെയ്ത് പിന്നെ നമ്മളത് കണ്ടിന്യൂസ് നമുക്ക് ശരിയാ ഇപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ച് വെളുത്ത് നല്ല സുന്ദരി കുട്ടപ്പേ ഇരിക്കുമ്പോൾ പിന്നെ നമുക്കത് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ പഴയ സ്കിൻ ടോണിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടോ. പിന്നെ നമ്മൾ അത് വീണ്ടും ആ ഒരു സ്കിൻ ടോണിലേക്ക് വരാൻ വേണ്ടി നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിന്നിനായാലും ഓർഗൻസിനായാലും ഒന്നും നല്ലതല്ല. അപ്പൊ മാക്സിമം നിങ്ങൾ വെറുതെ വാരി വലിച്ച് കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയി വിടുക, അത് സുഖമായിട്ട് ശ്വസിച്ച് നല്ല എന്താ പറയാ, അത് നാച്ചുറൽ ആയിട്ട് അവരുടെ വായുവും കാര്യങ്ങളൊക്കെ ശ്വസിച്ച് നാച്ചുറൽ ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളൂ. നമ്മൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായി കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. അപ്പൊ അവർക്കൊന്നും ബ്യൂട്ടി ബ്ലോഗേഴ്സിനൊന്നും അതൊന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി അതാണ്. അവർക്ക് ക്യാഷ് കിട്ടുമ്പോൾ അവർക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. പിന്നെ അവർക്ക് അത് പറഞ്ഞ ഒരു സ്കിൻ ബ്രൈറ്റ് ചെയ്ത് ഒരു ഇതിലെത്തിക്കഴിയുമ്പോൾ വീണ്ടും അവർക്ക് തിരിച്ച് മറ്റേ സ്കിൻ കളറിലേക്ക് പോകാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല. അവർക്ക് അതിന്റെ ഗുണങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ സ്കിന്നിന് പോയാലും കിഡ്നി പോയാലും ലിവർ പോയാലും അവർക്ക് വേറെ ക്യാഷ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്രൊഡക്റ്റും കാര്യങ്ങളും വാങ്ങിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വന്തമായി ചിന്തിച്ച് നമ്മൾക്ക് വേണ്ട നല്ലത് നമ്മൾ ചെയ്യുക. എനിക്ക് അതേ പറയാനുള്ളൂ. എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കി എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഇതുപോലെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഇങ്ങനെ ഓവറായിട്ട് കാര്യങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങി ഇങ്ങനെ പല കാര്യങ്ങളും പ്രൊഡക്ട്സ് വാങ്ങി ട്രൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതിലും പറഞ്ഞു ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.